ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അവിടം വരെയായിരുന്നു നമ്മളുടെ 5 സ്റ്റെപ്സ് ഓഫ് NLP വരെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഏതൊക്കെയാണ് 5 സ്റ്റെപ്സ് ഓഫ് NLP എന്ന് പറയുന്നത്? ലെക്സിക്കൽ അനാലിസിസ്, സിൻറ്റാക്റ്റിക് അനാലിസിസ്, സെമാൻറ്റിക് അനാലിസിസ്, ഡിസ്കോഴ്സ് ഇൻ്റഗ്രേഷൻ, ദെൻ പ്രാഗ്മാറ്റിക് അനാലിസിസ്. ഇത്രയായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ, പഠിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഓവർവ്യൂ ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ആണ്. അപ്പോൾ എന്തായിരിക്കാം ലിംഗ്വിസ്റ്റിക് എന്ന് വെച്ചാൽ? നിങ്ങൾ കേട്ടാണ് ലിംഗ്വിസ്റ്റിക് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജിനെയാണ് ഇതെന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ഇസ് കോൾഡ് ലിംഗ്വിസ്റ്റിക് ദാറ്റ് ഇൻവോൾവ്സ് ദ അനാലിസിസ് ഓഫ് ലാംഗ്വേജ് ഫോം, ലാംഗ്വേജ് മീനിങ് ആൻഡ് ലാംഗ്വേജ് ഇൻ കോണ്ടെക്സ്റ്റ്. അതായത് ലാംഗ്വേജ് എങ്ങനെ യൂസ് ചെയ്യുന്നു, ലാംഗ്വേജിൻ്റെ ഫോമുലേഷൻ എങ്ങനെയാണ്, ലാംഗ്വേജിൻ്റെ മീനിങ് എങ്ങനെയാണ്, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്, ലിംഗ്വിസ്റ്റിക്സിനകത്ത് വരുന്നതാണ്. അപ്പോൾ ലിംഗ്വിസ്റ്റിക് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജിനെയാണ് ഇതെന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ അനാലിസിസ് ഓഫ് ലാംഗ്വേജ് ഫോം, ലാംഗ്വേജ് മീനിങ് ആൻഡ് ലാംഗ്വേജ് ഇൻ context. Linguistics traditionally analyze human language by observing an interplay between sound and meaning. അതായത് ലിംഗ്വിസ്റ്റിക് യൂസ് ചെയ്താൽ എന്താണ്, അത് അനലൈസ് ചെയ്യും ഹ്യൂമൻ ലാംഗ്വേജിനെ. അതായത് ഹ്യൂമൻ ബീങ്സ് എങ്ങനെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ സൗണ്ടും ആ ലാംഗ്വേജിൻ്റെ മീനിങ്ങും ഒക്കെ തമ്മിലുള്ള ഒരു ഇൻ്റർപ്ലേ ആണ് എന്തെന്ന് പറയുന്നത്. ഒരു ഇൻ്റർപ്ലേ ആണ് ഇതെന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത്. സോ ലിംഗ്വിസ്റ്റിക് ഈസ് ദ സ്റ്റഡി ഓഫ് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, next, traditionally it has been analyzing human language by observing an interplay between sound and meaning. അതായത് സൗണ്ടിൻ്റെ മീനിങ്ങിൻ്റെ ഒരു ഇൻ്റർപ്ലേ ആണ് ഏതെന്ന് പറയാം, ലിംഗ്വിസ്റ്റിക് എന്ന് പറയാം. അതുപോലെ ഇത് ഡീൽസ് വിത്ത് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്, കുറേ ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫാക്ടേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. സോഷ്യൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ ഈ ലിംഗ്വിസ്റ്റിക്കിനകത്ത് ഭാഗമാകുന്നു. ഓക്കെ, ഇറ്റ് ഡീൽസ് വിത്ത് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് that influence language, that is social factors, cultural factors, historical factors and political factors. So linguistic is the scientific study of language, and it also the interplay between the human sounds and meaning. Human languages sound and meaning എന്ന് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ലിംഗ്വിസ്റ്റിക്. എന്താണ് ടൈപ്സ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്? എന്തൊക്കെയാണ്? ഹിസ്റ്റോറിക്കൽ ആൻഡ് ഇവല്യൂഷണറി ലിംഗ്വിസ്റ്റിക്, സെമിയോട്ടിക്സ്, ലിറ്റററി ക്രിറ്റിസിസം, ട്രാൻസ്ലേഷൻ, സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി. ഇങ്ങനെ 5 ടൈപ്പ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ് 5 ടൈപ്സ് ഓഫ് ലിംഗ്വിസ്റ്റിക്? ഹിസ്റ്റോറിക്കൽ ആൻഡ് ഇവല്യൂഷണറി ലിംഗ്വിസ്റ്റിക്, സെമിയോട്ടിക്സ്, ലിറ്റററി ക്രിറ്റിസിസം, ട്രാൻസ്ലേഷൻ, സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഹിസ്റ്റോറിക്കൽ ആൻഡ് എവല്യൂഷണറി ലിംഗ്വിസ്റ്റിക്കിൽ പറയുന്നത് വെച്ചാൽ ഇറ്റ് ഫോക്കസ് ഓൺ ഹൗ ലാംഗ്വേജസ് ചേഞ്ച്ഡ് ആൻഡ് ഗ്രോ ഓവർ ആൻ എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈം. അതായത് ലാംഗ്വേജ് ചേഞ്ച് ചെയ്ത് എങ്ങനെയാണ് ഒരു കുറേ വർഷത്തേന് ഇങ്ങനെ നിലനിൽക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഹിസ്റ്റോറിക്കൽ ആൻഡ് എവല്യൂഷണറി ലിംഗ്വിസ്റ്റിക്. നെക്സ്റ്റ് വൺ സെമിയോട്ടിക്സ്, ദാറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലാംഗ്വേജ് ത്രൂ സയൻസ് ആൻഡ് സിമ്പിൾസ്. അതായത് സിമ്പിൾസും സയൻസും ഒക്കെ യൂസ് ചെയ്തിട്ട് ഉള്ള ലാംഗ്വേജിനെ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലാംഗ്വേജിനെ സ്റ്റഡി ചെയ്യുന്നതിന് എന്ന് പറയുന്നത് സെമിയോട്ടിക്സ് എന്ന് പറയുന്നത്. തേർഡ് വൺ, ലിറ്റററി ക്രിറ്റിസിസം. ഇതിൽ പറയുന്നത് വെച്ചാൽ ദ ഹിസ്റ്റോറിക്കൽ ആൻഡ് ഐഡിയോളജിക്കൽ അനാലിസിസ് ഓഫ് ലിറ്ററേച്ചർ, സിനിമ, ആർട്ട് ഓർ പബ്ലിഷ്ഡ് മെറ്റീരിയൽസ് എല്ലാം ഇതിനകത്ത് വരുന്നത് ലിറ്റററി ക്രിറ്റിസിസം, ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ക്രിറ്റിസിസത്തിൽ വരുന്നതാണ്. ഏതൊക്കെയാണ്? ലിറ്ററേച്ചർ, സിനിമ, ആർട്ട്, പബ്ലിഷ്ഡ് മെറ്റീരിയൽസ് ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്, ലിറ്റററി ക്രിറ്റിസിസത്തിനകത്ത് വരുന്നതാണ്. ദെൻ അടുത്ത ടൈപ്പ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ, ദാറ്റ് ഈസ് ദ കൺവേർഷൻ ആൻഡ് ഡോക്യുമെന്റേഷൻ ഓഫ് മീനിങ് ഇൻ റിട്ടൺ ഓർ സ്പോക്കൺ ടെക്സ്റ്റ് ഫ്രം വൺ ലാംഗ്വേജ് ടു ഓർ ഡയലക്റ്റ് ഓൺ ടു അനദർ. അതായത് ഒരു ലാംഗ്വേജിലുള്ളതിനെ വേറൊരെണ്ണത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ അനാലിസിസ് അല്ലെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ കൺവേർഷൻ, ഇതിനെപ്പറ്റിയൊക്കെ ഉള്ള ഒരു സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി. സ്പീച്ച് ലാംഗ്വേജിൽ പാത്തോളജിയിൽ പറയുന്നത് കറക്റ്റീവ് മെത്തേഡ് ടു ക്യൂർ ഫോണറ്റിക് ഡിസബിലിറ്റീസ് ആൻഡ് ഡിസ്ഫങ്ഷൻ അറ്റ് ദ കൊഗ്നിറ്റീവ് ലെവൽ. അതായത് ബേസിക് ലെവലിൽ ഫോണറ്റിക്സിൻ്റെ യൂസേജ്, ഫോണറ്റിക്സിന് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഒബ്സർവ് ചെയ്യുക, ഇതൊക്കെ വരുന്നത് ഇതിനകത്താണ്, സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിയിലാണ്. അപ്പോൾ ഇങ്ങനെ 5 ടൈപ്സ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഹിസ്റ്റോറിക്കൽ ആൻഡ് ഇവല്യൂഷണറി ലിംഗ്വിസ്റ്റിക്സ്, സെമിയോട്ടിക്സ്, ലിറ്റററി ക്രിറ്റിസിസം, ട്രാൻസ്ലേഷൻ ആൻഡ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പാത്തോളജി. ഇങ്ങനെ 5 ടൈപ്പ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്. അപ്പം നമ്മൾ എന്താ പഠിച്ച ഓവർവ്യൂ ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ആണ്. ലിംഗ്വിസ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി, സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജിനെയാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ interplay between the meaning and sound of human language എന്ന് പറയാം. So different factors affecting the different factors influence the language. What are they? Social factors, cultural factors, historical factors and political factors. There are 5 types of linguistics
They are, first one, historical and evolutionary linguistic, that it deals with how the language changes and grow over an extended period of time. Second one, semiotics, that is the study of direct and indirect language through signs and symbols, that is through signs and symbols we can study the language. Third one, literary criticism, that is historical and ideological analysis of literature, cinema, art, published materials are come under the literary criticism. Then translation, that is the conversion and documentation of meaning in written or spoken text from one language or dialect to another, that is the conversion of one language to another on the basis of the documentation of meaning or written or spoken text, that is called the translation. And the fifth one is speech language pathology, that it is a corrective method to cure phonetic disabilities and dysfunctions at the cognitive level. At the basic level we can correct by using some methods to cure phonetic disabilities and dysfunctions. Okay, these are the 5 types of linguistics. Once more, the linguistics types of linguistics are historical and evolutionary linguistics, semiotics, literary criticism, translation, and speech language pathology. Okay, thank you students.